ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വീണ്ടും മുമ്മൂസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി സേമിയ പായസമാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ. ഞാൻ എപ്പോഴും സേമിയ സെപ്പറേറ്റാണ് വേവിക്കുക, പാലിലിട്ട് വേവിക്കാറില്ല. നമുക്ക് അതിന് വേണ്ടി കുറച്ച് വെള്ളം തിളപ്പിക്കാം. ഒന്ന് തിളച്ചോട്ടെ, അപ്പോഴേക്കും നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം. ഒരു ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് സേമിയ എടുക്കാം. ഞാൻ ഇവിടെ വറുത്ത സേമിയാണ് എടുത്തിരിക്കുന്നത്. നല്ല നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ഒന്ന് നെയ്യിലിട്ട് ചൂടാക്കി എടുത്താൽ പായസത്തിന് ഒന്നും കൂടി ടേസ്റ്റാണ്. ഇതൊക്കെ സിമ്മിലിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇനി നമുക്കിത് ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് സിമ്മിൽ ഇട്ട് വയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും ഒന്ന് റെഡി ആയിക്കോട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ പാല് റെഡിയാക്കാം. ഞാൻ 2 പാക്കറ്റ് മിൽമയുടെ കട്ടിയുള്ള പാലാണ് ഇട്ടെടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാം. നമ്മുടെ പാൽ നന്നായി ഒന്ന് വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് സേമിയ ഇട്ട് കൊടുക്കാം. ഞാൻ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ സേമിയ ഇടുന്നത് കേട്ടോ. നിങ്ങൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പാൽ കുറച്ചും കൂടി ഒന്ന് വറ്റട്ടെ, എന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ സേമിയ ഒരുപാട് വെന്ത് പോകും കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് വേവിച്ച് വെച്ച സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും സേമിയ ആയാലും അടയായാലും സെപ്പറേറ്റ് വേവിച്ച് ചേർക്കുന്നതാണ് പായസത്തിന് നല്ലത് കേട്ടോ. അപ്പോൾ ആ സേമിയ കറക്റ്റായി വെന്ത് കിട്ടുകയും ചെയ്യും. ഓവർ കുക്കാവും ഇല്ല, അത് തീരെ വേവാണ്ടും ഇരിക്കില്ല കേട്ടോ. ഒന്ന് ചെറുതായി ഒന്ന് തിളക്കട്ടെ. ഇനി മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് നോക്കണ്ട്. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ. 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് ഇവിടെ ചേർക്കുന്നത്. ഇനി 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ പഞ്ചസാരയുടെ അളവൊന്നും അങ്ങനെ കൃത്യമായി പറയില്ല. ഞാൻ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ നോക്കിയിട്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം, അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. പായസം റെഡിയായി തുടങ്ങി. പായസം എപ്പോഴും ഒരുപാട് കട്ടിയാവണം മുന്നേ ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കുടിക്കുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും. കുറച്ച് ഏലക്കായ്പ്പൊടി, 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എപ്പോഴും മധുരത്തിൽ 1 നുള്ളു ഉപ്പ് ചേർക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടുക. നമ്മുടെ പായസം റെഡിയായി. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒന്ന് താളിച്ചെടുക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഓഫ് ചെയ്യാം. ഒരുപാട് തിക്കാവാൻ വയ്ക്കണ്ട കേട്ടോ. നമുക്ക് തണുക്കുമ്പോൾ ഒന്നും കൂടി തിക്കാവും. അപ്പോൾ നമുക്ക് കുടിക്കേണ്ട കറക്റ്റ് പരുവാവും. നമുക്കിനി ഒന്ന് താളിച്ചെടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. കുറച്ച് കിസ്മിസും കുറച്ച് കാഷ്യൂവും ചേർത്തൊന്ന് താളിക്കാം. താളിക്കുമ്പോൾ എപ്പോഴും സിമ്മിൽ വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ നെയ്യ് ഒരു കരിഞ്ഞ മണം വരും നെയ്യിൻ്റെ. അതുകൊണ്ടാണ്. ഇനി അത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കിസ്മിസ് വേണ്ടാത്തവർക്ക് ചേർക്കണ്ട, അതൊക്കെ അവരവരെ ഇഷ്ടമാണ് കേട്ടോ. ചിലർക്ക് ഇഷ്ടാവില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി മൂടി വെച്ചാലും അതിൽ ആട കിട്ടില്ല കേട്ടോ. നമ്മുടെ ടേസ്റ്റിയായ പായസം റെഡിയായി. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓണമൊക്കെ വരല്ലേ, എൻ്റെ ഈ പായസം ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.